ഹലോ വെൽക്കം ബാക്ക് ടു ലേണിനോ 2025 ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഉദ്യോഗാർത്ഥികൾക്കായിട്ടുള്ള പരീക്ഷകൾ ഏതൊക്കെയാണ് എന്നുള്ളതിന്റെ ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി നമുക്ക് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലുള്ള നടക്കുന്ന പരീക്ഷകളുടെ ഡേറ്റ് അടക്കം നമുക്ക് വന്നിട്ടുണ്ട്. അതായത് ജനുവരിയിലാണെങ്കിൽ ജനുവരി 24-ന് നമുക്ക് ജൂനിയർ ഇൻസ്ട്രക്ടർ കൺസ്യൂമർ ഇലക്ട്രോണിക്സ് എക്സാം ഉണ്ട്. ജനുവരി 30-ന് ജൂനിയർ ഇൻസ്ട്രക്ടർ വയർമാൻ എക്സാം ഉണ്ട്. പിന്നെ അത് കൂടാതെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ എക്സാം നമുക്ക് ഫെബ്രുവരി 20-ന് ഉണ്ട്. അത് കൂടാതെ നമ്മൾ ബിടെക് എല്ലാ ഡിപ്പാർട്ട്മെന്റുകാർക്കും എഴുതാൻ പറ്റുന്ന IU എക്സാം ഫെബ്രുവരി 18-നും ഉണ്ട്. ഓക്കെ, അപ്പൊ ജനുവരി ഫെബ്രുവരിയിലുള്ള എക്സാംസിന്റെ ഡേറ്റ് ഒക്കെ നമുക്കറിയാം. അത് കഴിഞ്ഞ് നടക്കാൻ പോകുന്ന പരീക്ഷകൾ ഏതൊക്കെയാണെന്നും ആ പരീക്ഷകളുടെ നമുക്ക് ഇനി അപ്ലൈ ചെയ്യണത് ഇപ്പൊ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള എക്സാംസ് ഉണ്ട്, നേരത്തെ നോട്ടിഫിക്കേഷൻ വന്ന് പരീക്ഷ നടക്കാനുള്ള അതുകൊണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഒരു ടെന്റേറ്റീവ് സ്ലോട്ട് നമുക്ക് വന്നിട്ടുണ്ട്. എല്ലാ വർഷവും ജനുവരിയിൽ നമുക്ക് ഇതുപോലെയുള്ള ഒരു സ്ലോട്ട് വരും. ഏകദേശം നമുക്ക് ആ പരീക്ഷ എപ്പോൾ നടക്കും എന്നുള്ളത് അറിയാൻ വേണ്ടി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പൊ ഇതിൽ ഏതെങ്കിലും എക്സാംസിന് അപ്ലൈ ചെയ്യാൻ നിങ്ങളുണ്ടെങ്കിൽ അധികം വൈകാതെ അപ്ലൈ ചെയ്യുക. കാരണം ഡിസംബർ 31-ായിട്ട് നമുക്ക് ഒരുപാട് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ട്. അപ്പോൾ കുറെ കാലങ്ങളായിട്ട് കാത്തിരിക്കുന്ന പരീക്ഷകൾ പോലും നമുക്ക് ഇലക്ട്രോണിക്സുകാർക്ക് ആണെങ്കിൽ പോളിടെക്നിക് ലെക്ചറർ ആ പരീക്ഷയൊക്കെ വന്നിട്ടുണ്ട് നമുക്ക്. അപ്പൊ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇലക്ട്രിക്കൽ എക്സാംസ് നോക്കാം. ഫസ്റ്റ് കാറ്റഗറി നമ്പർ 014/2024 സ്കിൽഡ് അസിസ്റ്റന്റ് ഗ്രേഡ് 2 ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലേക്കുള്ള സ്കിൽഡ് അസിസ്റ്റന്റ് ഗ്രേഡ് 2 ജൂൺ ഓഗസ്റ്റ് സ്ലോട്ടിലേക്കാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് കാറ്റഗറി നമ്പർ 126/2024 അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ കേരള വാട്ടർ അതോറിറ്റി. അപ്പൊ ഈ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ നമുക്ക് കുറെ പരീക്ഷകളുണ്ട്. ഇപ്പൊ നമ്മൾ ഓൾറെഡി ഫെബ്രുവരിയിലൊരു എക്സാം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് കൂടാതെ KWAലേക്ക് വന്നിട്ടുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ കാറ്റഗറി നമ്പർ 126/2024 ജൂലൈ സെപ്റ്റംബർ സ്ലോട്ടിലാണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് കാറ്റഗറി നമ്പർ 031/2024 ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1 ഇലക്ട്രിക്കൽ അഗെയിൻ കേരള വാട്ടർ അതോറിറ്റിയിലേക്കുള്ള ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1 ഓഗസ്റ്റ് ഒക്ടോബർ സ്ലോട്ടിലാണ് വന്നിരിക്കുന്നത്. Then category number 093/2024 നമുക്ക് അതേപോലെ തന്നെ കാറ്റഗറി നമ്പർ 094/2024 ഇലക്ട്രീഷ്യൻ പോസ്റ്റ് ഒരു കാറ്റഗറി കൂടിയുണ്ട്. കാറ്റഗറി നമ്പർ 246/2024 കാറ്റഗറി നമ്പർ 270/2024 ഇതെല്ലാം കൂടെ ഇലക്ട്രീഷ്യൻ പോസ്റ്റ് ആണ്. കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് അഗെയിൻ അത് ഓഗസ്റ്റ് ഒക്ടോബർ സ്ലോട്ടിലേക്കാണ് വന്നിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് കാറ്റഗറി നമ്പർ 045/2024 ആൻഡ് കാറ്റഗറി നമ്പർ 197/2024 കാറ്റഗറി നമ്പർ 746/2024 അഗെയിൻ ഇലക്ട്രീഷ്യൻ പോസ്റ്റ് ആണ്. അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേഷൻ ആയുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷൻ കേരള ലിമിറ്റഡ്. അപ്പൊ ഈ പറഞ്ഞ 3 കാറ്റഗറി ഇലക്ട്രീഷ്യൻ പോസ്റ്റ് സെപ്റ്റംബർ നവംബർ സ്ലോട്ടിലാണ്. നെക്സ്റ്റ് കാറ്റഗറി നമ്പർ 594/2024 ഇലക്ട്രീഷ്യൻ കം മെക്കാനിക് കേരള സ്റ്റേറ്റ് പൗൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കുള്ള ഈ ഒരു എക്സാം സെപ്റ്റംബർ നവംബർ സ്ലോട്ടിലാണ്. നെക്സ്റ്റ് കാറ്റഗറി നമ്പർ 436/2024 ലൈൻമാൻ പബ്ലിക് വർക്ക്സ് ഇലക്ട്രിക്കൽ വിങ് അതും സെപ്റ്റംബർ നവംബറിലാണ് വരുന്നത്. അപ്പൊ ഇതില് ചില കാറ്റഗറീസ് ശ്രദ്ധിക്കുക, നമുക്ക് ഇപ്പോ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങൾ പ്രൊഫൈലിൽ ചെന്ന് നിങ്ങൾക്ക് ഏതൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റാന്നുള്ളത് പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് നോക്കി കൃത്യമായി അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക, വിട്ടുപോകരുത്. അപ്പോൾ ഇലക്ട്രിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള എക്സാംസ് കഴിഞ്ഞ് നമുക്ക് ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാംസ് പറയാം. മെയിൻ ആയിട്ട് 3 എക്സാംസ് ആണ് നമുക്ക് ഇനി വരാനുള്ളത്. അതില് ഒന്ന് കാറ്റഗറി നമ്പർ 071/2024 ഇത് നേരത്തെ വിളിച്ചതാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സ് പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെന്റ് ജൂലൈ സെപ്റ്റംബർ സ്ലോട്ടിലേക്കാണ് നമുക്ക് ഈ ഒരു എക്സാം വരുന്നത്. അടുത്തത് കാറ്റഗറി നമ്പർ 720/2024 lecturer in electronics engineering government polytechnic colleges under technical education department ഓഗസ്റ്റ് ടു ഒക്ടോബർ അതായത് ഓഗസ്റ്റിലേക്കാണ് നമുക്ക് ആ ഒരു എക്സാം വരുന്നത്. അത്യാവശ്യം സമയമുണ്ട് നമുക്ക് പഠിക്കാനായിട്ട്. ഈ ഒരു പരീക്ഷ നമുക്ക് ഒരുപാട് പേര് കാത്തിരിക്കുന്ന ഒരു എക്സാം ആണ്. നല്ലൊരു ടീച്ചിങ് പോസ്റ്റിലേക്കുള്ള എക്സാം ആണ്. സോ ഇത് നമുക്ക് അപ്ലൈ ചെയ്യാൻ ഇപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ മന്ത് ലാസ്റ്റ് വരെയാണ് അപ്ലൈ ചെയ്യാനുള്ളത്. അപ്പൊ അത് നോക്കാം. നെക്സ്റ്റ് കാറ്റഗറി നമ്പർ 578/2024 എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ഇലക്ട്രോണിക്സ് ഓവർസിയർ ഗ്രേഡ് 1 ഇലക്ട്രോണിക്സ് അഗെയിൻ പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെന്റ് ഇലക്ട്രോണിക്സ് വിംഗില് സെപ്റ്റംബർ നവംബർ
സ്ലോട്ടിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇത്രയും പരീക്ഷകളാണ് നമുക്ക് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ട് എക്സാംസ് വരുന്നത്. സോ അപ്ലൈ ചെയ്യാനുള്ളവരെല്ലാം അപ്ലൈ ചെയ്യുക. ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുള്ളതാണെങ്കിൽ എക്സാമിന് വേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷൻ തുടങ്ങുക. ഈ ഓരോ പരീക്ഷകളുടെയും സിലബസ് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പൊ അതിൽ നമുക്ക് പ്രീവിയസ് ഉള്ള സിലബസ് ആയിരിക്കും നമുക്ക് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ള, അതനുസരിച്ച് പഠിച്ചു തുടങ്ങാം. ഇനി നിങ്ങൾക്ക് ലേണിനോയിൽ ഇതിനെല്ലാം കോഴ്സുകൾ അവൈലബിൾ ആണ്. ലേണിനോയുടെ കോഴ്സിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ലേണിനോ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. കൃത്യമായി ഒരു മെന്ററിങ്ങോട് കൂടിയാണ് നമ്മുടെ എല്ലാ കോഴ്സുകളും പോകുന്നത്. സോ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നമ്മളെ ലേണിനോ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. താങ്ക് യു.